ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ പോവാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മായിൻ്റെ ആട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അമ്മയും അനിയനൊക്കെ റെഡിയായി നിൽക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവരൊക്കെ ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ കാണിക്കാം. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോവുകയാണ് കേട്ടോ. ഇവിടെ എത്തി. ആകെ ആരുമില്ല അവിടെ. ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടത് കണ്ടു. ആകെ കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ അമ്മായിനെ ഒന്ന് വിളിച്ചു. അപ്പം അമ്മായി പറഞ്ഞു ഞാൻ നിങ്ങളെ നിൽക്കുന്നിടത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അങ്ങനെ അവിടെ നിന്നു. കുറേ പിക്കും അവിടെ നിന്ന് തന്നെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അനിയന് ഓരോ കോപ്രായത്തങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഞാനതൊക്കെ വീഡിയോ ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. നല്ല ഭംഗിയില്ലേ കാണാൻ? അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ചെക്കൻ്റെ ഓരോ കോപ്രായത്തങ്ങളൊക്കെ കണ്ട് രസമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മായിനെ കണ്ടു. അമ്മായി ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഓരോന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടക്കുക. ഞങ്ങൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു ആൺമയിലിനെ കാണണമെന്ന്. പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന ഒരു മയിലിനെ കാണണമെന്ന് അമ്മായി ഞങ്ങളൊപ്പം തന്നെ കാണിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നടന്നു മയിലിനെ തേടിയിട്ട്. ഒരുപാട് നടന്നു, പക്ഷെ മയിലിനെ ഇതുവരെയായിട്ടും കണ്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഒരു സെൽഫോൺ ടവർ കണ്ടു. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവുമായിരുന്നു. ജലകരി മായ ജലകരി ഇന്നുള്ളം പൊക്കി. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. മയിലിനെ കാണണം എന്നൊക്കെയാണ്, പക്ഷെ മയിലിനെ ഇതുവരെയായിട്ടും കണ്ടില്ല. ഇന്ന് നമ്മൾ വീട്ടിൽ വെറുതെ അമ്മായി അണിമിക്കാൻ പോവാണ്. അവിടെ കുറേ മയിലുകളുണ്ട്. ഞങ്ങൾ മയിലിനെ കാണാൻ വന്നതാണ്. അവിടെ ഞാൻ സാധനം കാട്ടി തരാം. അമ്മ പോത്ത് ഞാൻ സാധനം കാണിച്ചു തരാം കേട്ടോ. നോക്കിയമ്മ, ഇത് എനിക്ക് ഫോണെടുത്ത് കിട്ടിയതാണ്. പക്ഷേ ഇതിൽ പീലി മാത്രമല്ല, ഇതിനകത്തുണ്ടോ ഇവിടെ കളക്ഷന് പറ്റിയ കുറേ മയിലിൻ്റെ ഇതിലുണ്ടാവും. ഞങ്ങൾ കുറച്ച് ഉള്ളിൽ നിന്ന് പെറുക്കട്ടെ. അപ്പോൾ ഇത് നമുക്കൊരു 5-6 മയിൽപ്പീലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ വ്ളോഗ് എടുക്കാൻ ഇറങ്ങി. അപ്പം ഞങ്ങളിതാ പിന്നെയും താഴത്തോട്ട് ഇറങ്ങുകയാണ്. അവിടെ നല്ല ക്ലൈമറ്റാണ്, വ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുറുക്ക് വഴികളാണ് ഉള്ളത്. ഞങ്ങൾ നടന്നപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ നാട്ടിൽ കാണാത്ത പൂക്കളൊക്കെ ഈ പറമ്പിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു പൂവ് കാണിച്ചു തരാം. ഈ പൂവുണ്ടോ? ഇതിൻ്റെ പല കളറല്ലേ നമ്മളെ നാട്ടിലുള്ളത്. ഇത് 2 കളർ മാത്രമുള്ള പൂവാണ്. ഒന്നും വേണ്ട. ഇതാണ് എൻ്റെ പോക്രാച്ചി അനിയൻ. പ്ലീസ് ലിസൺ. നീ മൈനെ വിളിക്കേണ്ടി വരും. ഇത് വേണോ പശുക്കുട്ടിയെ? ഇപ്പം നിങ്ങൾ കണ്ടോ? ഇത് വേണോ? ഇത് വേണോ? വേണ്ട. ഉണങ്ങിയല്ല പോയി. എവിടെ ടൈമുണ്ട്. എന്താ ഇതുണ്ടോ? ഈ ഒരു വെറൈറ്റി അമ്മ എനിക്കിതൊരു വെറൈറ്റി ഇല കാണിച്ചു തന്നു കേട്ടോ. ഇവിടെ ഒരുപാട് കാണാനില്ലാത്തൊരു ഇലയാണ്.
എത്തി പറമ്പിൽ കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി. അവിടെ അമ്മായിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഈ പശുവിനെ മേയ്ക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ പെറുക്കാനും പുല്ലൊക്കെ ഒടിച്ച് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്. ഇതാട്ടുണ്ട് അമ്മായിൻ്റെ ആടുകൾ. അമ്മായിക്കിപ്പോൾ കുറവ് ആടുകളേ ഉള്ളൂ. മുന്നെയൊക്കെ ഒരുപാട് ആടുകളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറവാണ്. എൻ്റെ അമ്മായിനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതാട്ടോ ഈ ബാക്കിൽ നിൽക്കുന്നത് അമ്മായി. പൊതുവെ അമ്മായിക്ക് ഈ വീഡിയോസിലൊന്നും വരാൻ തീരെ താല്പര്യമില്ല. ഇന്നെന്തോ ഒരു ഫോട്ടോസിനൊക്കെ സമ്മതിച്ചു. അങ്ങനെ അമ്മായിക്ക് തോർത്തുണ്ടിട്ട് വീഡിയോ എടുക്കാനൊക്കെ മടിയായിട്ട് അമ്മായി പോയിട്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് ഫോട്ടോസ് ഇല്ല. അപ്പൊ ആകാശം കണ്ടോ? ഞാനത് കരുതി എടുത്തതല്ല കേട്ടോ. ആകാശം നല്ല രസമല്ലേ? ഇതെന്താ ഹലോ ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ താഴത്തോട്ട് പോവാണ്. ഇവിടെ ഇതൊക്കെ ആടിനെ മേയ്ക്കാനും പശുക്കളെ മേയ്ക്കാനാണ്. ഞങ്ങൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ടാറ്റാ ബൈ.